പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവന്ദനം. ആത്മാവെന്ന എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തിക്കട്ടെ എഫേസ്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, എഫേഷ്യൻ ചാപ്റ്റർ 5:15. ആകയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രയും നടക്കാൻ നോക്കുവിൻ. പ്രിയപ്പെട്ടവരെ, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് നടക്കാൻ നോക്കുവിൻ. കർത്താവിൻ്റെ വചനം പറയുന്നു, ഉറങ്ങുന്നവരെ മനുഷ്യരിൽ നിന്ന് എഴുന്നേൽക്കും, സമയം തക്കത്തിന് ഉപയോഗിക്കണമെന്നൊക്കെ പറയുന്നൊരു ഭാഗമാണ് നമുക്കറിയാം. അവിടെ വായിക്കുക, ജ്ഞാനികളായിട്ട് നടപ്പാൻ നോക്കുമ്പോൾ അജ്ഞാനികളായിട്ട് നടക്കുന്ന ഒരു ലോകത്തിൽ നമ്മളായിരിക്കും അല്ലേ. പലതിനും കഴിവുണ്ട്, ബുദ്ധിയുണ്ട്, പ്രാപ്തിയുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന പലരും നടക്കുന്ന എങ്ങനെയാണ്? അജ്ഞാനികളായിട്ടാണ് നടക്കുന്നത്. എന്താ അജ്ഞാനം എന്ന് പറഞ്ഞാൽ? ജ്ഞാനമായത് ഇവിടെ നമുക്കറിയാം, നിർമ്മലമായതും അനുഗ്രഹിക്കപ്പെട്ടതും വിശ്വസ്തമായതും ഒക്കെ ഇവിടെ ഉള്ളപ്പോൾ തന്നെ ദൈവിക വിഷയമായി എന്താണ് ചിന്തിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാതെ പാപത്തിൻ്റെ അജ്ഞതയിൽ, പാപത്തെക്കുറിച്ച് ഉള്ള ആ ഒരു അല്ലെങ്കിൽ ലോക മോഹങ്ങൾ ഒക്കെ പിടിപെട്ടിട്ട് അജ്ഞതയിൽ നടക്കുന്ന ഒത്തിരി ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നടക്കുന്ന എങ്ങനെയാണ്? അജ്ഞാനികളായിട്ട് നടക്കുക. അപ്പോൾ നമ്മളെക്കുറിച്ച് ദൈവജനം പറഞ്ഞാൽ, നിങ്ങൾ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് തന്നെ നടക്കണം. ഇന്ന് പ്രഭാതത്തിലും നമുക്ക് എങ്ങനെ നടക്കണം? ജ്ഞാനികളായി തന്നെ നടക്കണം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല, പിന്നെ എങ്ങനെയാണ് ദൈവം നമുക്ക് നൽകുന്ന ആ ജ്ഞാനത്തിൽ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ എവിടെയാണ്? വെളിച്ചത്തിൽ വസിക്കുന്നു, വെളിച്ചത്തിൽ നടക്കുന്നു. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവർത്തികൾ നമ്മൾ കൂട്ടാളികളാകുന്നില്ല. അവയെ എന്ത് ചെയ്യാൻ സാധിക്കും? ശാസിക്കാൻ നമുക്ക് അതേ സാധിക്കും. ഇന്ന് പ്രഭാതത്തിലും ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവർത്തികളെ ശാസിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ നടക്കുന്നു? അജ്ഞാനികളായിട്ട് അല്ല, ജ്ഞാനികളായി തന്നെ നടക്കുന്നു. ആകയാൽ ഇന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രിയ സഹോദരങ്ങളെ, ദൈവദാസന്മാരെ, അജ്ഞതയിലല്ല ജ്ഞാനിയായി തന്നെ നടക്കുവാൻ നമുക്കിടയായി തീരട്ടെ. നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. പിതാവേ, വചനത്തിനാണ് സ്തോത്രം ചെയ്യുന്നു, കർത്താവിൻ്റെ കയ്യിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് നടത്തണം. പ്രാർത്ഥനയോടും സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.